ഹലോ, എന്തായാലും വിളിച്ചു നേരത്താ. ഞാൻ വെറുതെ ഒന്ന് വിളിച്ചു നോക്കിയതാ. നമ്മൾ ഏകദേശം റെഡിയാകുന്നുണ്ട്. റെഡിയായാ ഞാൻ വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അത് കേട്ടോ, നാളെ മറ്റന്നാളെ വിവരം കിട്ടും അതിന്റെ. വേറെന്താന്ന് ഇപ്രാവശ്യം ആർക്കും അടിച്ചോ? ഞാനില്ല, ഞാൻ കൂടിയിട്ടുണ്ടെങ്കിലും അടിക്ക് നിങ്ങൾക്കും കൂടി അങ്ങ് ഇല്ലാണ്ടായി. ഇപ്പൊ നമ്മളെ സമയം പയറ്റാ സമയ. അതാ ഈ ലോട്ടറിന് പൈസ കൊടുക്കാത്തല്ലേ? ഗ്രൂപ്പ് നിന്ന് ഒഴിവാക്കി, ഇനി എക്സിറ്റ് ചെയ്തോ പൈസ തരുന്നില്ലെങ്കിൽ. ആ, പിന്നെ വേറെന്തൊക്കെയാണ്? അല്ല, ഇനി പൈസ കൊടുക്കുന്നില്ലേ ഗ്രൂപ്പ് നിന്ന് ഒഴിവാക്കി. വെറുതെ ഗ്രൂപ്പിൽ നിന്നിട്ട് പിന്നെ ഇത് കാര്യം. ആയിക്കോട്ടെ ആയിക്കോട്ടെ. എന്തായാലും ഞാൻ നോക്കട്ടെ. ഞാൻ നാളെ മറ്റന്നാളെ അങ്ങോട്ട് വൈകുന്നേരം. മറ്റന്നാളോ? മറ്റന്നാളെ എന്താ സാധനം വേണ്ടിയുണ്ട്. പിന്നെ വേറെന്തൊക്കെയാണ്? ഇനി എന്തെങ്കിലും സ്വീപ്പാക്കുന്നത്? ഓരോ ദിവസം ഇങ്ങനെ കാര്യം മറ്റിങ്ങനെ സ്വീപ്പാക്കുന്നല്ലേ ചേട്ടൊക്കെ ഞങ്ങളെ വിളിക്കുവനോ? അല്ല, ഇനി എന്തെങ്കിലും പൈസ തന്നിട്ട് പറയാണ്ടൊരു മര്യാദ ഉണ്ട്. അല്ലാണ്ട് ഇനി എന്തെങ്കിലും പറയാൻ. ഇവിടെ പൈസ തന്നിട്ടായി ഞാൻ പറയൂ നിങ്ങളോട് വർത്താനം. അല്ല, അതെപ്പോ അതിനുള്ള മാർഗം നോക്കുന്നുണ്ട്. ഇന്ന് കുറഞ്ഞ ദിവസം കൊണ്ട് ക്ലിയർ ആവും. അത് ഇതിങ്ങനെ തന്നെ പറയുന്നേ. പറയുമ്പോ ഇപ്പൊ എത്ര മാസം ഇങ്ങനെ പറഞ്ഞു ഇതേ വർത്താനം. അതൊന്നും നോക്കണ്ട. ഇവിടുത്തെ കണ്ടീഷൻ അങ്ങനെ മര്യാദ അതല്ലല്ലോ ഒരു മര്യാദ. അത് നീ പറയുന്നത് പാഞ്ച് 30 കൊടുക്കാൻ പറ്റും, അതും കൊടുത്തില്ല. അത് എല്ലാം തരുന്നുണ്ട്. ഞാൻ ഇങ്ങനെ എല്ലാം കൊടുത്തില്ല, എന്ത് ക്ലിയർ കാര്യം? ആയിക്കോട്ടെ. പൈസ അതും വെറുതെ കുട്ടിയത് എന്ത് കാര്യം? 2, 5, 3 എത്ര ദിനാറായി. ഞാൻ വിചാരിക്കും കഴിഞ്ഞ പ്രാവശ്യം എന്നെ ഒഴിവാക്കിക്കില്ലേ? അങ്ങനെ ഒഴിവാക്കിയ ഗ്രൂപ്പിലെല്ലാം പിന്നെ ഒഴിവാക്കാനാവോ? ഞാൻ മറ്റന്നാൾ വരുമോ തരുന്നുണ്ട്. ഞാൻ നോട്ടെ, നാളെ ഓള് വരുമോ നോട്ടൊക്കെ. നാളെ അയച്ചിരുന്നുണ്ട്. ഓള് ഇവിടെ ഇല്ലെന്നാണ്. അവളെല്ലാം ഇവിടെ മുംബൈക്കുള്ള എല്ലാവരും സഫറിലാണ്. അല്ല, അതിനെപ്പം പറയാന്നല്ലോ. ഓളൂടെ എല്ലാവരും മറ്റടുത്ത് പോയിക്ക് അല്ല, ഓള് സ്ഥിരമായിട്ട് മുട്ടായിക്ക് പോന്നി പറയുന്ന. അല്ല, അത് തന്നെ അതിനെപ്പം പറയുന്നല്ലോ. ഇനി ഓളെ മറ്റേ ബടായി വെച്ച് കാര്യമല്ലല്ലോ. ഇനി എന്തെങ്കിലും പൈസ മാസം തന്നിട്ട് പറയാണ്ട് ഒരു മര്യാദ ഉണ്ട്. ഇനി ഒരു മര്യാദ കാണിക്കാണ്ട് ഇങ്ങനെ ഓട്ടോറിക്ഷ വെക്കുന്നുണ്ട്, മറ്റേ വെക്കുന്നുണ്ട്, അവിടെ കുടുംബശ്രീന്റെ ഉണ്ട്, അതുണ്ട്, ഇതുണ്ട്. എല്ലാം ക്ലിയർ ആകുന്നുണ്ട്. ഒന്നും പേടിക്കണ്ട, എല്ലാം ക്ലിയർ ആകുന്നുണ്ട്. ഇവിടെ ഒന്നും നടക്കില്ല നാട്ടിൽ നിന്ന്. ഇപ്പം പണി ഉണ്ടാകുമ്പോ ഇവിടെ നാട്ടിൽ നിന്ന് നടക്കില്ല. ഇവിടെ നിന്ന് തരും, ഉള്ളത് തരും. ഇത് തന്നെ പറഞ്ഞ് എത്ര മാസമായി തീപ്പാക്കി. ഞാൻ കൊല്ലത്തിലധികമല്ലേ ഇപ്പൊ ഞാൻ ക്ലിയർ ആക്കാ. എന്തെന്ന് എപ്പോ ഇങ്ങനെ പറയാനാണ് മര്യാദ. 2 ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങളെ വിളിക്കുന്നുണ്ട്. ഇനി ഇന്ന് കഴിഞ്ഞ 2 മുന്നേ വെള്ളിയാഴ്ച എന്ന് പറഞ്ഞേ, നാളെയല്ല മറ്റന്നാള്, ആഴ്ച 2 കഴിഞ്ഞ്. അന്നൊന്നും ക്ലിയർ ആയിക്കില്ല. അതാണ് ഓരോ പ്രതീക്ഷയിലാണ് നമ്മൾ പറയുന്നത്. ഒരുപാട് പൈസ വാങ്ങിക്കുമ്പോൾ അപ്പുറത്ത് എന്തെങ്കിലും മറുകായി കാണും. എന്നിട്ട് ഇല്ലെങ്കിൽ എന്ത് മര്യാദ ഉണ്ട്? ഓരോ ഒരു കൊല്ലായിട്ട് ഒരാളെ സ്വീപ്പാക്കാൻ പറഞ്ഞാലും സ്വീപ്പാക്കരുന്ന് തന്നെ അവരെ പറയാ. മനസ്സിലായോ? മര്യാദ അതിന് എനിക്കൊന്നും പറ്റിയതോ എന്നെ പറ്റിയ ആൾക്കാർ പറ്റിയ സ്വഭാവമല്ലേ? ഇനി മര്യാദ നല്ലത്. എന്നെ പറ്റിയ ആൾക്കാർക്ക് പറ്റിയ രീതിയോ നല്ല സ്വഭാവം അല്ലേ ഇനി കാണിക്കുന്നത്? മനസ്സിലായോ? അങ്ങ് മോശമായി പോകുന്ന പിന്നെ സ്വഭാവം ഇനി കാണിക്കുന്നത്. സബൂറൊക്കെ ഓടിയാണ്ടാവും. നാട്ടിലെത്തിയ ഒരു സബൂർ ഉണ്ടാകില്ല. മനസ്സിലായോ? 100%. അതിന്റെ മുന്നേ നമുക്ക് ക്ലിയർ ആക്കാം. നിങ്ങൾ ഇതിനെ ടെൻഷൻ അടിക്കുന്നത്? ആർക്ക് ടെൻഷൻ? എനിക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ടെൻഷൻ അടിക്കാനല്ലോ. നമ്മള് വെയിലുണ്ടാക്കി പൈസയല്ലേ കൊടുക്കുന്നത്. ക്ലിയർ ആയത് എപ്പോ? അത് ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളെ വിളിക്കൂന്ന് ഞാൻ പറഞ്ഞില്ലേ? ഇല്ല, നിങ്ങളിപ്പോ വിളിക്കുവോ? എന്തിന് 4 ദിവസം എന്തിന് കഴിയുന്നു? എന്നിട്ട് എന്താ കാര്യോ? ക്ലിയർ ആക്കും ഒരു പൈസ. അതാണ് വിളിച്ചത്. ഇപ്പോ ഇന്നത്തെ ഡേറ്റ് 5 or 6 അറിയില്ല. ഞാൻ പറ 5 തോന്നുന്നു. ഇനി എത്ര ദിവസം കഴിഞ്ഞിട്ട് ഞാൻ പറയുന്നത്? മറ്റന്നാളെ ഞങ്ങൾ വിളിക്കുന്നുണ്ട്. 7-ാം തീയതി. ആയിക്കോട്ടെ, നോക്കാം. പിന്നെ വേറെന്താണ്? അസ്കർ വരാനായോ? അസ്കറിന്റെ ഒരു വിവരമൊന്നുമില്ല. ഓന് വിളിച്ചിട്ടില്ലേ? വിളിക്കാൻ ഇടയ്ക്ക് മെസ്സേജ് എത്തുന്നുണ്ട്. വരുന്നതായിട്ടൊന്നും പറഞ്ഞില്ല. പറഞ്ഞ മരം വലിച്ചിട്ട് പൈസ 5 പൈസ കൊടുക്കാണ്ട് ഓനൊന്ന് കുഴിച്ചിട്ടാമായിരിക്കും. പാവത്തിന് പൈസ പറ്റിച്ചിട്ട് ഓനെടുത്ത് തരണ വലയിൽ തന്നെയല്ലോ. ഓനടിയാ കൊടുവള്ളിയോ അങ്ങനെ ശരിയായിട്ടുള്ള പ്ലേസ് ചെയ്താ നിനക്ക് അറിഞ്ഞൂടാ.
പാലയിൽ അങ്ങനെയുള്ള ഒരാളുടെ നിങ്ങൾക്ക് അറിഞ്ഞൂടെ? ഏത് കുട്ടികളോട് ചോദിച്ചാൽ ചൂണ്ടിക്കാണിച്ചു തരുമല്ലേ? അല്ല എനിക്കറിഞ്ഞൂടാ ഞാൻ ചോദിച്ചേ. അല്ല എന്നോട് പറഞ്ഞ ശ്രീധരന്റെ പരിചയമുള്ള ആ ശ്രീധരന്റെ പറയുന്ന ആളാണ് പാലയിൽ തന്നെയാ. ഇല്ല, ഞാൻ ഇവിടുന്നുള്ള പരിചയമുള്ളൂ. ആ കട തുടങ്ങിയ അവസരത്തിലുള്ളത്. എന്നാ ശരി, എന്നാ ഓക്കെ, ഞാൻ വിളിക്കാം കേട്ടോ. ആയിക്കോട്ടെ.